നമസ്കാരം. പുനർജനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ആ ഒരു ദിവസത്തെക്കുറിച്ച്. എങ്ങനെ നിങ്ങളോട് പറയാന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അന്ന് ഞങ്ങൾ ഇക്രയിൽ അഡ്മിറ്റായ 3-ാമത്തെ ദിവസം സാധാരണ പോലെ തന്നെ ഡോക്ടേഴ്സ് നമ്മൾ രാവിലെ ഒബ്സർവേഷൻ വാർഡിലേക്ക് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അന്ന് വന്നിരുന്നത് സീനിയർ ഡോക്ടറായ ബെനിൽ സാറായിരുന്നു. ബെനിൽ സാറ് വന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അതിനുശേഷം ഹസ്ബൻഡിനെ വിളിച്ച് സാർ പുറത്തേക്ക് പോയി. പുറത്ത് പോയിട്ട് അവരെന്തൊക്കെയോ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ എനിക്കൊരാകാംക്ഷ, എന്താ പറയാൻ പോണേ, എൻ്റെ രോഗത്തിനെ കുറിച്ചാണോ, ഇനി ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ, ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു. അവരറിയാതെ തന്നെ ഞാൻ സത്യത്തിൽ പുറകിലൊന്ന് പോയി നോക്കി. അവരെന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കായിരുന്നു. ആ ഒരു സമയത്ത് സാറ് എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എങ്ങനെ നിങ്ങളടുത്ത് പറയാമെന്ന് എനിക്കറിയില്ല. സാറ് പറഞ്ഞത് എൻ്റെ 2 കിഡ്നിയും, അതായത് വലഭാഗത്തെ കിഡ്നി ഒക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇടതുഭാഗത്തെ കിഡ്നി നീര് വന്ന് രണ്ടും കൂടി ആകെ 5% താഴെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ജീവിതം കുറച്ച് കാലം നമുക്ക് ഡയാലിസിസും അത് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത്. അത് കേട്ടപ്പോഴൊരവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് അവിടെ തീർന്നു, എൻ്റെ ജീവിതം അവിടെ തീർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നാണ് ഞാൻ ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ പറക്കാൻ പറ്റാത്ത 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് എനിക്ക്. ഒരു മോളും 2 ആൺകുട്ടികളും. അതുമാത്രമല്ല, ഒരുപാട് പ്രാരാബ്ധമുള്ളൊരു കുടുംബമാണ് എനിക്ക്. എൻ്റെ വീട്ടിലായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സാധാരണക്കാരിയായി എനിക്ക് ഇത് മാറ്റി വയ്ക്കാനുള്ള ചിലവുകൾ, അതല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഷോക്കായിപ്പോയി. എനിക്ക് അത് കേട്ടപ്പോഴെൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയും എനിക്ക് പറയാനറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ മറ്റൊന്നും നോക്കില്ല. ഞാൻ നേരെ റൂമിലേക്ക് വന്നു, അവിടെ ബെഡിൽ കിടന്നു. സാറ് സംസാരിച്ച് പോയതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വന്നു. ജീവിതത്തിൽ ഈ ഒരു ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാനതുവരെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കിഡ്നിക്ക് നീര് വരികയല്ലേ, അത് നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മാത്രമായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഒട്ടും വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഡയാലിസിസ് ആയിട്ട് മുന്നോട്ട് പോവുക, അത് കഴിഞ്ഞാൽ മാറ്റി വെക്കണം, ഇതൊക്കെ കേട്ടപ്പോഴൊരവസ്ഥ എനിക്ക് എങ്ങനെ പറയേണ്ട അറിയില്ല. അത്രയും ഭീകരമായിരുന്നു എൻ്റെ ആ ഒരു സമയം എന്ന് പറഞ്ഞത്. ഞാനത് ഒരുപാട് കരഞ്ഞു, ഒരുപാട് സങ്കടപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയണേ, കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ അത് നീരല്ലേ, അത് മാറുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കള്ളം പറയണ്ട, ഞാൻ കേട്ടതാണ്. സാർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റ് കേട്ടതാണ്, എൻ്റെ അടുത്ത് കള്ളം പറയരുത്. എനിക്ക് മനസ്സിലായി ഞാനെല്ലാം കേട്ടിട്ടുണ്ടെന്നല്ലേ. ഞാൻ കരഞ്ഞപ്പോൾ ആൾ വന്നിട്ട് അങ്ങനെ ചേർത്ത് പിടിച്ചു. ഇത് പറഞ്ഞു, ടെൻഷൻ അടിക്കല്ലേ, ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പില്ലേ, അതിൽ എന്ത് മാർഗ്ഗമാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം, ഈ ടെൻഷൻ ആവണ്ട, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടേ നമ്മൾ പോവുള്ളൂ എന്ന രീതിയിലാണ് എനിക്കൊരു ഉറപ്പ് വന്നു. പക്ഷെ അത് കേട്ടിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിനുള്ളൊരു മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ പിന്നെ അധികം മിണ്ടാനൊന്നും പോയില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ സാറ് പറഞ്ഞു, അതൊക്കെ എന്തായാലും ഈ ഒരു സംഭവം നടന്നു, അപ്പം നമുക്കതിൻ്റെ കാരണം കണ്ടെത്തണമല്ലോ, എങ്ങനെയാണ് ഇത് ഫെയിലർ ആയത്. അപ്പോൾ അതിന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, ബയോപ്സി എന്ന് പറയും. അപ്പോൾ ബയോപ്സിക്ക് ആളെ റെഡിയാക്കിക്കോളൂ, നമുക്കത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ വന്നു, നഴ്സുമാർ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എന്നെ നേരെ ബയോപ്സി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. റൂമിലേക്ക് കയറ്റി എന്നെ കിടത്തി. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, എനിക്ക് പേരൊന്നും അറിയില്ല. സാറിങ്ങനെ ജസ്റ്റ് എന്നെ ചെക്ക് ചെയ്ത സമയത്ത് തന്നെ സാറ് വേറൊരു ഡോക്ടറായിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും പറയാതെ തന്നെ അവിടെ വിളിച്ചിട്ട് ആൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതായത്
എൻ്റെ വലതുഭാഗത്തെ കിഡ്നി പക്ക ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബയോപ്സി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വെറുതെയാണ്, ആ കുട്ടിയെ നമുക്ക് തിരിച്ചിറക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ പ്രതീക്ഷയും പോയി. എന്തുകൊണ്ടാണിത് വന്നതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല, അവരെന്നെ തിരിച്ചിറക്കി. അതിനുശേഷം നേരെ അവർ കിഡ്നി പേഷ്യൻ്റ് മാത്രമുള്ള വാർഡിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. അവിടെ എത്തിയപ്പോഴാണ് അതിലും വലിയൊരു ഭീകരാവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ബെഡുകൾ, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ വലിയ ആളുകൾ വരെ, പ്രായമുള്ളവരും ചെറിയ ആളുകളും അതിൽ ഇടത്തര ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അതിൽ ഒപ്പം നിൽക്കുന്ന പേഷ്യൻ്റ് അല്ലാതെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് ഒട്ടും ഒരു പ്രസന്നതല്ല, ഒരു ചിരി പോലുമില്ല, ഒരു സംസാരമല്ല. എല്ലാവരും ടെൻഷനിലായിരുന്നു. കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് ആലോചിച്ച്, അച്ഛനെ കുറിച്ച് ആലോചിച്ച്, അമ്മയെക്കുറിച്ച് ആലോചിച്ച്, ആ രീതിയിൽ. ഞങ്ങളുടെ അവസ്ഥയും തീരെ മറിച്ചായിരുന്നില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെ ചില ആളുകൾ മാറ്റി വയ്ക്കാനുള്ള ഓപ്ഷൻ നോക്കുന്നുണ്ട്, ഡോണറെ കിട്ടാത്തത്, പൈസ ഇല്ലാത്തത്, എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സമയം. ആ ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ കാര്യം വ്യത്യാസമായിരുന്നില്ല. അന്ന് ആ വാർഡിലെത്തിയിട്ട് അന്ന് വൈകിട്ട്, അതുവരെ എനിക്ക് യാതൊരു അസുഖം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, കാലിന് നീര് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ബയോപ്സി ചെയ്യാൻ പറ്റുന്നില്ല എന്നറിഞ്ഞപ്പോൾ, 5% താഴെ വർക്ക് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ, അതിൻ്റെ അപ്പുറം ഡയാലിസിസ് കുറച്ച് കാലഘട്ടം, എത്രയും പെട്ടെന്ന് ഈ ഒരു ഏജ് ആയതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലതെന്നുള്ള സാറിൻ്റെ ഒപ്പീനിയൻ. ഇതൊക്കെ ആലോചിച്ചിട്ട് അന്ന് രാത്രി എനിക്ക് വയ്യാണ്ടായി. അന്ന് പുലർച്ചയോട് കൂടിയിട്ട് എനിക്ക് ശ്വാസം എന്തെങ്കിലും വന്നു, ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, BP ഹൈ ആയിപ്പോയി, എനിക്ക് തല ഇറങ്ങി, ആകെ വയ്യാണ്ടായി. പെട്ടെന്ന് തന്നെ അവർ അത്രയും നല്ലൊരു ഡോക്ടേഴ്സും നഴ്സുമാരെ കൂടി വന്നു. അവരെനിക്ക് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. സാറ് എൻ്റെ അടുത്ത് അന്ന് വന്ന ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ ഫിസ്റ്റുല ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ കയ്യിൽ അത് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഡയാലിസിസ് കേട്ടിട്ടുണ്ട്, കയ്യിൽ ഫിസ്റ്റുല ഇട്ടിട്ട് അതിലൂടെ ചെയ്യുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ കഴുത്തിൽ നമ്മളൊരു ട്യൂബ് ഇടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡയാലിസിസിനെ കുറിച്ചോ കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ പിറ്റേ ദിവസം ഈ ഒരു ശ്വാസം മുട്ടൽ കാരണം പെട്ടെന്ന് എങ്ങാണ്ടും വയ്യാണ്ടായി ഐസിയുലായി കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ആ ഒരു പ്രൊസീജിയർ, അതായത് കത്തീറ്റർ എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് കടക്കാമെന്ന് സാറ് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള എൻ്റെ ഇക്രയിലെ ആ ദിവസങ്ങൾ, ഡയാലിസിസിൻ്റെ ആ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.